السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أم المؤمنين جويرية بن الحارث رضي الله عنها قالت أن النبي صلى الله عليه وسلم خرج من عندها بكرة من صلاة الصبح حين صلى الصبح وهي في مسجدها ثم رجع بعد أن أضحى وهي جالسة فقال ما زالت على الحال التي فارقتك عليها. قالت نعم. قال النبي صلى الله عليه وسلم لقد قلت بعدك 4 كلمات 3 مرات لو وزنت بما قلت منذ اليوم لوزنتهن سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. رواه مسلم وأبو داود والنسائي وابن മാജാ വതിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിക്കുന്നവരാണ് നമ്മൾ. പുതിയതായി ഏതെങ്കിലും ഒരു ദിക്റോ ദുആയോ പഠിപ്പിക്കാനൊന്നല്ല പലപ്പോഴും ശ്രമിക്കാറില്ല. വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രം. നാം നിർവഹിക്കുന്ന ദിക്റും ദുആയും ഒന്നും നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ള, ഒരുപാട് പ്രതിഫലങ്ങൾ കണക്കറ്റത് ലഭ്യമാകുന്ന ദിക്റുകളും ദുആകളുമാണ്. അത് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ, അതിൻ്റെ മഹത്വവും ഗാംഭീര്യവും ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം ചില ദിക്റുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇവിടെ ഞാനീ പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗത്തുള്ള ദിക്ർ നമുക്കൊക്കെ പല ആളുകൾക്കും അറിയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസ്നത അർശിഹി വമിദാദ കലിമാതിഹി പറയുന്നവരാണ്. അത് എപ്പോഴെങ്ങനെ പറയണം, എന്താണത് പറഞ്ഞാലുള്ള ഗൗരവം, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊന്ന് ഓടിച്ചു പോകാൻ മാത്രമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയത ബിൻതുൽ ഹാരിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയും നമ്മുടെയൊക്കെ ഉമ്മയുമായ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള സംഭവമാണ്. ഖാലത്ത്, അവർ പറഞ്ഞു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ഇന്ദിഹാ ബുക്റത്തൻ ഹീന സ്വലാ സുബ്ഹി വഹിയ ഫിൽ മസ്ജിദിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിച്ച ആ ശേഷം അവിടുന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹം ചെയ്തു സുമ്മ റജഅ ബഅദ അൻ അദ്ഹാ. ഏകദേശം ഒരു ളുഹായുടെ സമയമായപ്പോൾ തിരിച്ചു വരികയും ചെയ്തു. അതിൽ പഠിക്കാനുള്ള ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത സവാരി ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അത് ബറക്കത്തുള്ളതാണ്. റസൂല തേടിയല്ലോ. സഖറുൽ ഗാമിദി എന്ന് പറയുന്ന സഹാബി ആ പ്രഭാത സവാരിക്ക് ശേഷം നേരെ പോകുന്നു തൻ്റെ കടയിലേക്കാണ്. പോയി തുറന്നു നോക്കും. കണക്കറ്റ സ്വത്തിൻ്റെ ഉടമയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടി അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹിം, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് കൊടുക്കണേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴും വഹിയ ജാലിസത്തുൻ, ജുവൈരിയ ബീവി ഇരിക്കുന്നവിടെ തന്നെയാണ്. നമ്മളൊക്കെ പരിശോധിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യ എവിടെ ഇരിക്കും, നമ്മുടെ ഉമ്മ എവിടെ ഇരിക്കും, നമ്മുടെ പെങ്ങൾ എവിടെ, നമ്മുടെ മകൾ എവിടെ, നമ്മുടെ മക്കൾ എവിടെ, മരുമക്കൾ എവിടെ, പേരക്കുട്ടികൾ എവിടെ. ഫഖാൽ, ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ സാലത അലാ ഹാലില്ലത്തി ഫറഖ്തുകി അലൈഹാ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നീ ഏതൊരു അവസ്ഥയിലാണോ ഉള്ളത് അവിടെ തന്നെയാണോ നീ ഇപ്പോഴും ഉള്ളത്? ഖാലിദ്, അവർ പറഞ്ഞു ഞാൻ അതേ റസൂൽ, ഞാൻ അവിടെ ഇരിക്കും. എന്താ പണി? ദിക്റുകളും ദുആകളും ഔറാദുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂട്ടാൻ നേരം പുലരുന്നത് വരെ, ളുഹ ആകുന്നത് വരെ. അങ്ങനെ ളുഹ ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പോകലാണ് പതിവ്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ഖുൽതു ബഅദകി 4 കലിമാത്തിൻ, ഞാൻ നിന്നെ ഇവിടുന്ന് വിട്ടതിന് പോയതിന് ശേഷം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ 4 കലിമത്തുകൾ, വചനങ്ങൾ പറയുകയുണ്ടായി. സലാസ മറാത്തിൻ, 3 പ്രാവശ്യം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ആ 4 വാക്കുകൾ
സുബഹിന് ശേഷം 3 പ്രാവശ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചു എന്നുള്ളതിന്റെ സവിശേഷത. അത് പറഞ്ഞാൽ ലഉസിനത് ബിമാ ഖുൽതി, നീ പറഞ്ഞതിനേക്കാൾ ഭാരമുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരാൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദുഹാ നിസ്കാരം വരെ പറയുന്ന ദിക്റുകളേക്കാൾ ഔറാദുകളേക്കാൾ ഒക്കെ അള്ളാഹുവിന്റെ മീസാൻ എന്ന തുലാസിൽ ഭാരം നിൽക്കുന്ന 4 വചനങ്ങളാണ് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുത്ത 4 കലിമാത്തുകൾ, 4 വചനങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത്ത് അർശിഹി. സുബ്ഹാനല്ലാഹി എന്ന് നമുക്കറിയാം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ, വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം അദദ ഖൽഖിഹി എത്ര, അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം, വറിളാ നഫ്സിഹി അവന്റെ മനസ്സിനങ്ങോട്ട് തൃപ്തിപ്പെടുന്ന അത്രയും, വസിനത്ത് അർശിഹി അവന്റെ അർശിനോളം ഭാരമുള്ളതും, വമിദാദ കലിമാത്തിഹി അള്ളാഹുവിന്റെ കലിമാത്ത്. ഖുർആനിന്റെ സൂറത്തു ലുഖ്മാന്റെയും ഇസ്രായേലിന്റെയും അവസാന ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സമുദ്രമല്ല 1000 സമുദ്രങ്ങൾ, അതിനേക്കാൾ 7 ഇരട്ടി സമുദ്രങ്ങളുടെ മഷി കൊണ്ടെന്ന് വെച്ചാലും അത് എഴുതി തീരുന്ന ഒരവസ്ഥയുണ്ടാകുകയില്ല. അത്ര മഹത്വമേറിയ ആ റബ്ബിന്റെ കലിമാത്തുകൾ എഴുതുന്ന എണ്ണത്തേക്കാൾ ഏറെ. അപ്പൊ അതിന്റെ ആ ഒരു പ്രവിശാലമായ വിശാലതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വഅദദ ഖൽഖിഹി വമിദാദ കലിമാത്തിഹി തുടങ്ങിയ 4-5 പദങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളും ഔറാദുകളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രയോഗിക്കാനും അതിന്റെ ഗുണം ഇരുലോകത്തും ലഭിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകളും അള്ളാഹു ഇരുലോകത്തും മറച്ചുവെച്ച് പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി തുടരാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വേദനയും വിഷമവും ബേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله.